പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹസ്കിൻസിലാണ്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷം ഞാൻ ഹസ്കിൻസിൻ്റെ 2-3 വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഇവിടെ എന്താണ് സുലഭമായി കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളും എന്താ പറയുക അതിൻ്റെ പ്ലാന്റ്സും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും എല്ലാം സുലഭമായി കിട്ടുന്ന നമ്മുടെ നാട്ടിലത്തെ സ്വന്തം നേഴ്സറി പോലത്തെയാണ് ഹസ്കിൻസ്. അവിടെ കയറുന്നതിന് മുൻപേ ഇത് കണ്ടോ, ഇത് എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പം ഇതിന്റെ പേര് ഒറേഗോൺ എന്നാണേ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈറ്റബിൾ ആണ്, പക്ഷെ ഭയങ്കര പുളിയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളാരും ഇത് കഴിച്ചിട്ടില്ല. ഇത് ജാം ഉണ്ടാക്കാനും അതിലുപരിയായിട്ട് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പല ഇംഗ്ലീഷ് വീടുകളുടെയും ഫ്രണ്ടിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. നോക്കിയേ, ഇതിന് കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നു. ഓ, മുത്തുമണികൾ പോലെ അല്ലേ, എന്ത് രസം കാണാനായിട്ട്. പക്ഷെ അത് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ, അറിയില്ല അതെങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയാലോ. നമ്മൾ ഹസ്കിൻസിലേക്ക് കയറാൻ പോവാണേ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ അട്രാക്ഷൻ ആക്കാനായിട്ട് നോക്കി കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് അകത്ത് പോയിട്ട് ഞാൻ പറ്റാവുന്ന രീതിയിൽ പേരൊക്കെ പറയാം കേട്ടോ. ഇവിടെ ഹസ്കിൻസിൻ്റെ ഈ ബാക്ക് ഗാർഡനിലേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ആകർഷകമാക്കിയത് നമ്മുടെ സ്വന്തം പെറ്റൂണിയ തന്നെയാണ്. അതിന് കളർ നോക്കി നല്ല അടിപൊളി പിങ്കിഷ് മജന്ത കളറിൽ അടിപൊളി പെറ്റൂണിയ. പെറ്റൂണിയ നമുക്ക് ചട്ടിയിൽ വളർത്താൻ മാത്രമല്ല, ഇതുകൊണ്ടാ ഹാങ്ങിങ് ബാസ്ക്കറ്റിലും അവർ നല്ല ഭംഗിയായ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ താഴേക്ക് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മുടെ നാട്ടിലെ ജമന്തി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? പക്ഷെ കറക്റ്റ് ജമന്തി അല്ല, എന്നാലും ജമന്തിപ്പൂ പോലെ തന്നെ ഇരിക്കുന്നു. ഇത് ചെറിയൊരു മണമൊക്കെ ഉണ്ട്. അതിൻ്റെ തന്നെ വേറൊരു കാറ്റഗറിയാണ്. നോക്കി, ഇത് എന്ത് കളർന്ന് വിളിക്കും ഇതിനെ? ഒരു കോഫി കളറാണോ മഞ്ഞയാണോ അറിയില്ല, അത്ര സുന്ദരി. അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ ഡബിൾ ഷെയ്ഡിൽ വൈറ്റും വയലറ്റും കൂടി. അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ നോക്കിയേ വരച്ച് വെച്ചേക്കണ പോലെ, നമ്മൾ പണ്ട് ഡ്രോയിങ്ങിനൊക്കെ വരച്ചേക്കണ പോലത്തെ പൂവും അതിൻ്റെ നടുക്കുള്ള ഈ കുഞ്ഞു കായയും. അതിൻ്റെ ഇപ്പുറത്ത് അതിമനോഹരികളായിട്ട് നോക്കി നിൽക്കുന്ന ചുമപ്പ്, പിങ്ക്, വെള്ള നിറത്തിലുള്ളത്. അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ ശരിക്കും നമ്മുടെ ഡാലിയ ഗ്രൂപ്പാണിത്. ഡാലിയ ഗ്രൂപ്പിൽ മഞ്ഞ, പക്ഷെ അത്ര വലിയ ഡാലിയ അല്ല, ഒരു ചെറിയ ഇനത്തിൽപ്പെട്ട ഡാലിയാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇവിടെ മഞ്ഞയാണല്ലോ ഏറ്റവും കൂടുതൽ രസം കാണാനായിട്ട്. മഞ്ഞയും പിന്നെ ഇത് വേറൊരു ഡിഫറെൻറ്റ് കളർ. ഇത്രയും വരെയാണ് നമ്മുടെ ഡാലിയയുടെ ചേട്ടനനിയന്മാർ. ഇത് നമ്മുടെ നാട്ടിലെ മുക്കുറ്റിപ്പൂവൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഷേപ്പല്ലേ, അധികം വലിപ്പമില്ല. വേണ്ട, മുക്കുറ്റി പൂ പോലെ ഇരിക്കുന്നു. എൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ കമ്പാനുല എന്നാണ് എൻ്റെ പേര്. വേറെ കളേഴ്സ് ഇവിടെ കാണുന്നില്ല, ഈ ഒരു കളർ മാത്രമേ കാണുന്നുള്ളൂ. ഈ കളറിന് തന്നെ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഓക്കെ, നിറയെ ഇങ്ങനെ ഒരു കളറിൽ. നേരത്തെ നമ്മൾ ആ ഡെയ്സി കാറ്റഗറിയിലുള്ള പൂക്കൾ കണ്ടില്ലേ, അതിൻ്റെ നമ്മൾ മിസ്സായ കളേഴ്സാണിത്. ഇതും അതും ഒത്തിരി ബ്യൂട്ടിഫുൾ അല്ല, ഓറഞ്ച് കളർ കാണാനായിട്ട്. പിന്നെ അതെ ഇവിടെ കുറച്ചുണ്ട്. ഇവിടെ സൂപ്പർ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാറ്റഗറി. ഫ്യൂഷ്യ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കമ്മൽ പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കും. നോക്കിയേ, ഇവിടെ എല്ലാം ഉണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് ഇത് രസമാണെന്ന് അറിയാമോ. ഇത് പക്ഷേ ഒരു വർഷം വെച്ചാൽ പിന്നത്തെ വർഷത്തേക്ക് വരില്ല, അതാണ് ഒരു കുഴപ്പം. നോക്കിയേ, ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ കമ്മൽ പോലെ അല്ലേ. ഇവിടെ ഒരു തട്ട്, ഇവിടെ ഉള്ളിലൊരു ലോലാക്ക്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഇവിടെ. ഇത് ഈ ഒരു ഇതിലും വരും. ഇത് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് കണ്ടോ. ഇതിൻ്റെ ഇടയിൽ ഈ വയലറ്റ് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ. കണ്ടത് ഇങ്ങനെ കിടക്കും. ഇത് ഇവിടെയൊക്കെ ഉണ്ട്, ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് രസമല്ലേ കാണാനായിട്ട്. ഇവിടെ ഫ്യൂഷ്യയും അതുപോലെ തന്നെ പെറ്റൂണിയയും മറ്റേ മുക്കുറ്റിപ്പൂവും എല്ലാം കൂടി കൂട്ടി അവർ ഹാങ്ങിങ് ബാസ്ക്കറ്റ് ഇട്ടേക്കണുണ്ടോ. ഇതൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നമുക്ക് ഈ ചട്ടി കാണാൻ വയ്യാത്ത വിധം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. ശരിക്കും നമ്മുടെ നാട്ടിലെ മുക്കുറ്റിപ്പൂ പോലെ ഇല്ലേ, കുറേ ഉണ്ട്. ഇതൊക്കെ റെഡി ടു ബൈ ആണേ. നമ്മുടെ തീപ്പെട്ടി കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നോക്കിയേ, ശരിക്കും ആ തീപ്പെട്ടി കളറിൻ്റെ തന്നെ ഒരു വെറൈറ്റി. ഞാൻ അത്ര കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ പേര് നോക്കട്ടെ, സാൽവിയ എന്നതിൻ്റെ പേര്. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടായി കിടക്കുന്നത്. ഇങ്ങനെ ഒരു തണ്ടിങ്ങനെ പോയിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നു. നോക്കിയേ, അടിപൊളിയല്ലേ. നമ്മുടെ സ്വന്തം റോസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ചുമന്ന കളറ് ട്രീ റോസാണിത്. ഉണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ
ശിഖരങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഇതിപ്പം ചുമപ്പും ഒരു സൈസ് റോസും അതുപോലെ തന്നെ വെള്ള കളറുണ്ട്. ഒരെണ്ണത്തിൽ തന്നെ മുട്ടുകൾ നോക്കിയേ, ഒരെണ്ണത്തിൽ തന്നെ മുട്ടുകൾ ഒരു 1000 മുട്ടുണ്ട്. ഇതുണ്ടോ? ഓക്കെ, മുട്ടുകൾ തന്നെ ഉണ്ടോ? ഒരു 1000 മുട്ട് ഒരെണ്ണത്തിൽ തന്നെ ഉണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയാലും ഈ മുട്ടുകളെല്ലാം ഈ വർഷം തന്നെ വിടുന്നത്. പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റി റോസ് ഉണ്ട് സമയം. പിന്നെയും നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു കളറാണിത്, മഞ്ഞ. ഇത് ശരിക്കും ഞങ്ങളൊക്കെ ഇതിനെ ലേഡീസ് പേഴ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ? ഇതിങ്ങനെ ഇരിക്കുവേ, ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ നമുക്ക് പൈസ വെക്കാം ആ ഒരു രൂപത്തിൽ. ഇത് രസമല്ലേ കാണാനായിട്ട്? ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ കാണുന്നില്ല. ഇതിപ്പോൾ മഞ്ഞ മാത്രമേ കാണുന്നുള്ളൂ. അവിടെ ഒരു മഞ്ഞയുണ്ട്. നമ്മുടെ സ്വന്തം ലാവണ്ടറാണ് കേട്ടോ. നല്ല മണമുണ്ട്, ലാവണ്ടറിൻ്റെ മണവും. അങ്ങനെ വരുന്നേ ഉള്ളൂ. ഇതേ മുട്ടൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു സെക്ഷനിൽ നിറയെ ലാവണ്ടർ വെച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇത് വിസ്തീരിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കൊല പോലെ, ഒരു മുന്തിരിക്കൊല പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കും. കണ്ടോ? ഇത് ഈ ഒരു സ്ട്രക്ചറിലാണ് ഇത് വരുന്നത്. ഇതിവിടെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, പക്ഷെ പുറത്തൊക്കെ നമുക്കിത് ഓൾമോസ്റ്റ് കഴിയാറായി. ഇവിടെ ഈ ഒരു ചെടി ചോദിക്കുവാണേ, ഈ ആൻറ്റി എന്നെ എന്തി എടുക്കാത്തതെന്ന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ. അതൊക്കെ അപ്പോൾ ഞാൻ അതിനൊന്ന് എടുത്ത് താലോലിക്കുവാണേ. എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാനായിട്ട്. ഇത് പേര് പക്ഷേ അത്ര ഫെമിലിയർ അല്ലാത്തൊരു പേരാണ്. ഇതിൻ്റെ ഈ കളറും ഇതൊരു കടും ഓറഞ്ചാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറ്. എന്നിട്ടൊരു തേനീച്ചക്കുട്ടൻ തേനും കുടിച്ചുകൊണ്ടിരിക്കുക അതിനകത്ത്. ഈ ഒരു പൂവ് ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട്. നോക്കി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയേ. റോസപ്പൂവിനെ വെല്ലുന്ന പൂവാണല്ലേ. അതിൻ്റെ മഞ്ഞ വേറൊരെണ്ണം. ഇത് എനിക്കൊന്ന് തീരാറായി എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ പേര് ഇവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ പേര്. ഇവർ വെള്ളം വെച്ചിരിക്കുക. ഒരു ഭംഗിയാ കാണാനായിട്ട്. കോളാമ്പിപ്പൂ പോലെ ഇരിക്കുന്ന ഒരു അതിമനോഹരിയായ ഡിഫറെൻറ്റ് കളേഴ്സിൽ നിൽക്കുന്ന പൂക്കൾ നോക്കിയേ. അതിൻ്റെ ഇലയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ചേമ്പിൻ്റെ ഇലയുടെ ഷേപ്പ് ഉണ്ടല്ലേ. ഇതൊരു പിങ്കിഷ് ഓറഞ്ച്. മഞ്ഞയുടെ സുന്ദരിയായിട്ടിരിക്കുന്നു മഞ്ഞ. അതിൻ്റെ വൈറ്റ് നോക്കിയേ, വൈറ്റ്. മഞ്ഞ അങ്ങനെ കെട്ടിപ്പിടിച്ചൊരുമ്പ് കൊടുക്കാൻ തോന്നണേ. അതുപോലെ തന്നെ ഈ കളർ നോക്കിയേ. ശരിക്കും സാരിക്ക് ഈ ഒരു സാരിയും ഈ ഒരു ബ്ലൗസും സൂപ്പർ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇത് ഒരു ഓറഞ്ച് കളറ്. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇത് നോക്കിയേ. ഞാൻ ഇന്നലെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നേ. അപ്പോൾ അവിടെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പേര് ലൂപ്പിന്ന, LUPIN. നോക്കിയേ, നമ്മുടെ നാട്ടിലെ കപ്പത്തണ്ട് പോലെ അല്ലേ. കപ്പത്തണ്ടിൻ്റെ ഇല പോലെയും. നോക്കി ഇത്ര രസമാകാനായിട്ട്. ഇങ്ങനെ ഒരു തണ്ടും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ. ഇതിൻ്റെ പക്ഷേ ഇവിടെ ഈ കളർ മാത്രമേ ഉള്ളൂ, വേറെ കളേഴ്സ് കാണുന്നില്ല. സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ നോക്കിയേ, നല്ല മഞ്ഞ നിറത്തിലുള്ള റോസ്. അതിലും കടും മഞ്ഞയായിട്ട് വേറെ ഒരെണ്ണം. ഇതിൻ്റെ മുട്ടുകൾ നോക്കിയേ. മുട്ടുകൾക്ക് തന്നെ എത്ര വലിപ്പമാണല്ലോ എൻ്റെ മുട്ടുകൾക്ക്. ഇവിടെ വേറൊരു സൈസ് വയലറ്റ് കളറിലുള്ളൊരു റോസ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല റോസ്, നമ്മുടെ സാധാരണ റോസ്. ഇതൊക്കെ ഒരെണ്ണത്തിലുണ്ടായി നിൽക്കുന്ന മുട്ടുകളും ഉണ്ടാവും. അയ്യോ, ഇതൊക്കെ മണം ഉണ്ടോ നോക്കട്ടെ. ഇതിന് മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു മണമുണ്ട്. ചില റോസുകൾക്ക് മണം ഉണ്ടാവാറില്ല. വേറൊരു ഡിഫറെൻറ്റ് നിറത്തിലുള്ള റോസ് കണ്ടോ, ചെറിയ റോസ്, പക്ഷെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ട്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി നല്ല വലിയ റോസും ഒരെണ്ണെടുക്കട്ടെ. ഇതൊക്കെ ഒരു സൈസ് നല്ല റോസാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഷെയ്ഡും ഉണ്ട്, വേറൊരു ഷെയ്ഡുണ്ട്. ഇതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കും. ഇങ്ങനെ ഇവിടെ വീട്ടുകാരൊക്കെ ഇരുന്ന് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പുറത്ത് ഒരു സെക്ഷനുണ്ട്. ഇവിടെ എന്തൊരു ചെറുതാണിത്. ചെറുതാണെങ്കിലും കാണാൻ ഇതൊരു ഭയങ്കര മുട്ടുകൾ നോക്കിയേ. അതിന് ഒരെണ്ണത്തിൽ തന്നെ ഉണ്ടായി കിടക്കുന്ന മുട്ടുകളുണ്ടോ. ക്യൂട്ട്, വെരി ക്യൂട്ട്, ലവ് യു. ഇത് മൊത്തം ജെറേനിയം എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നമ്മൾ വീട്ടിലൊക്കെ പല പ്രാവശ്യം മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷത്തേക്ക് ഉണ്ടാവുള്ളൂ, അടുത്ത വർഷത്തേക്ക് ഉണ്ടാവില്ല. പക്ഷേ ഭയങ്കര ക്യൂട്ടത്. അത് ഒരു ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ മുട്ടുകളും അതിൻ്റെ പൂക്കളും ഉണ്ടാവും. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. കടും ചുവപ്പ്, റോസ്, ഇതൊരു സൈസ് കടും ഓറഞ്ച്. ഈ ഓറഞ്ചിൻ്റെ കളർ നോക്കിയാൽ അടിപൊളി, സൂപ്പർ. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇന്നത്തെ ഹസ്ബൻഡ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇൻഡോറിലേക്ക് കയറിയപ്പം നോക്കിയേ, നാരങ്ങ. അതുപോലെ തന്നെ ഇൻഡോർ ഓർക്കിഡ്, പീസ് ലില്ലി എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പം നോക്കിയാൽ കൊച്ചു പൂക്കൾ.
കുഞ്ഞതാണെങ്കിലും എന്തൊരു ക്യൂട്ടല്ലേ കാണാനായിട്ട്. അത് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടത്. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്, ചെറിയ ജാസ്മിൻ. അപ്പോൾ നിങ്ങളിത് കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റി ഷെയർ ചെയ്യുക. ഓർക്കിഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. മഞ്ഞ, കോഫി ബ്രൗൺ, വയലറ്റ്, വെള്ള. അപ്പോൾ ബൈ.